ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ചിലർക്കൊക്കെ വയറിൽ അതുപോലെ തന്നെ മുഖത്ത് ഒക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചത് കൊണ്ട് വരുന്നതൊന്നും ആയിരിക്കില്ല. അവർക്ക് ബോഡിയൊന്നും അധികം വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷെ വയറിലും അതുപോലെ മുഖത്തും ഒക്കെ ഒരു ചീർപ്പ്, ഒരു തടിപ്പ് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ബാക്കിലായിട്ട് നെക്ക് ഹമ്പ് എന്ന് പറയുന്ന ഒരു ഒരു ബൾജിങ് നെക്കിൻ്റെ ബാക്കിലായിട്ട് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഇതൊരു ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ട്, അതായത് നമ്മൾ ഓവർ കഴിക്കുന്നത് കൊണ്ടോ എക്സസൈസിൻ്റെ കുറവ് കൊണ്ടോ മാത്രം വരുന്ന ഒരു പ്രശ്നമല്ല. ചിലരിലൊക്കെ ഇത് കാണപ്പെടുന്നത് കോർട്ടിസോളിൻ്റെ കൂടുതൽ കൊണ്ടാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണാണ്. ഈ സ്ട്രെസ് ഹോർമോൺ ഒരുപാട് നാൾ കൂടുതലായിട്ട് കാണപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കോർട്ടിസോൾ നമുക്ക് എങ്ങനെ കുറക്കാം എന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഇത് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അതുപോലെ കോർട്ടിസോൾ കുറക്കാൻ വേണ്ട ഒരു ആയുർവേദ മരുന്നിനെയും കൂടെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണാണ്. നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺ ആവശ്യമാണ്. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. ഇത് നമുക്ക് പലതരത്തിൽ ആവശ്യമുണ്ട്. ചില സമയത്ത് ചെറിയ ടേമിലേക്കൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വരുവാണെങ്കിൽ നമുക്ക് കോർട്ടിസോൾ ഉണ്ടെങ്കിലാണ് അത് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. ഇനി എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ തന്നെ അഡ്രിനാലിൻ്റെ കൂടെ കോർട്ടിസോൾ കൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ സിറ്റുവേഷൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ കോർട്ടിസോളിന് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമല്ല, മറ്റൊരുപാട് ഗുണങ്ങൾ കൂടെ കോർട്ടിസോളുണ്ട്. നമ്മുടെ എല്ലാ ടിഷ്യൂസിനും മസിൽസിൻ്റെ ഒക്കെ പ്രവർത്തനത്തിൽ കോർട്ടിസോളിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോഡിയുടെ ഒരു മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതിൽ കോർട്ടിസോളിന് നല്ലൊരു റോളാണുള്ളത്. അതുപോലെ തന്നെ കോർട്ടിസോൾ നമ്മുടെ ബി പിയും ഷുഗറും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു വേക്കപ്പ് സൈക്കിള്, നമ്മൾ രാത്രിയാകുമ്പോൾ ഉറങ്ങാനും രാവിലെ എഴുന്നേൽക്കാനുള്ള ആ ഒരു സൈക്കിളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കോർട്ടിസോൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി കോർട്ടിസോൾ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു സ്ട്രെസ്സ് വരുമ്പോൾ കുറച്ച് സമയത്തേക്ക് കോർട്ടിസോൾ കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പം ആ സ്ട്രെസ്സ് സിറ്റുവേഷൻ കഴിയുമ്പോൾ അത് കുറയുന്നതാണ്. പക്ഷേ നമ്മളൊരു ലോങ് ടേം അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഒരു സ്ട്രെസ്സ് അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ കോർട്ടിസോൾ കുറയാതെ അതേപോലെ തന്നെ തുടരുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള സിംറ്റംസും കാണിച്ചു തുടങ്ങും. അത് നമ്മളെ മെൻ്റലി അതുപോലെ തന്നെ നമ്മളെ ശാരീരികമായിട്ടും വളരെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് വരരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വരാതിരിക്കില്ല. മിക്കവാറും ഇതൊരു മിഡ് ഏജ് ആയിട്ടുള്ള സ്ത്രീകളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒരു 30s ഒക്കെ കഴിയുമ്പോഴാണ് കൂടുതൽ ഈ ഒരു സ്ട്രെസ് ഹോർമോൺ ക്രോണിക്കായിട്ട് കൂടിക്കാണുന്നത്. അതായത് ഒരുപാട് നാൾ അത് കൂടിക്കാണുന്നത് ഇങ്ങനെ ഒരു ഏജ് എത്തുമ്പോഴാണ്. അപ്പോൾ ഈ കോർട്ടിസോൾ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് സ്ട്രെസ്സ് വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സ്ട്രെസ്സ് ഉണ്ടാവും, പക്ഷേ ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരുപാട് നാൾ നീട്ടിക്കൊണ്ടാവാതെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് തുടർച്ചയായി ആലോചിച്ച് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഡൈവേർട്ടായി മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടൊക്കെ അതിൽ നിന്ന് ഒഴിവാവാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടും നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോർട്ടിസോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഈ കോർട്ടിസോൾ കൂടുവാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്കിൻ്റെ പിറകിലുണ്ടാവുന്ന ആ ഒരു നെക്ക് ഹമ്പ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഒന്നാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വയറിൽ അതുപോലെ തന്നെ മുഖത്തും ഒക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തൊരു പഫിനെസ് തോന്നും. അതുപോലെ തന്നെ വയറ് വീർത്ത പോലെ, ഒരു ചീർത്ത പോലെ ഒക്കെ തോന്നും. പക്ഷേ നമ്മുടെ ബോഡി പാർട്സ്, കൈയും കാലും ഒന്നും അത്ര തടി ഉണ്ടാവണം എന്നില്ല. ഇത് വയറ് മാത്രം നന്നായിട്ട് വീർത്ത പോലെ തോന്നും. അതാണ് ഒരു സിംറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ലോങ് ടേം നമുക്ക് കോർട്ടിസോൾ ഒരുപാട് നാളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ, മൊത്തത്തിൽ ഒരു ഒബസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് നമ്മുടെ സ്കിന്നൊക്കെ വളരെ തിന്നാവുന്നതാണ് ഒരുപാട് നാൾ കോർട്ടിസോൾ കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സ്കിൻ തിന്നാവുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ പുറമെ കാണാൻ പെട്ടെന്ന് തന്നെ
തന്നെ വിസിബിൾ ആവും, വളരെ ഒരു ബ്ലൂയിഷ് കളറോടെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊളാജൻ, അതായത് സ്കിന്നിലെ പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും. അതുമൂലം തന്നെ നമ്മുടെ ബോഡി ധാരാളമായിട്ട് ഇതിനെതിരെയായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ആക്നെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സാധാരണയായിട്ട് ഒരു മിഡിൽ ഏജ് ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളിൽ ആക്നെ കൂടുതലായിട്ട് കാണാറുണ്ട്. ആ സമയത്ത് വരുന്ന ആക്നെ മിക്കവാറും ഈ കോർട്ടിസോൾ കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ആക്നെ ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങളിലും കോർട്ടിസോൾ കൂടിയിട്ട് കാണാറുണ്ട്. അതായത് കുഷിങ് സിൻഡ്രോം പോലുള്ള അസുഖങ്ങളിലൊക്കെ കോർട്ടിസോൾ കൂടാറുണ്ട്. അതുപോലെ തന്നെ ലേഡീസിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് കൂടും. അതായത് മുഖത്ത് ഒക്കെ ഹെയർ നന്നായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആവാം. നമുക്ക് ആകെ ഒരു മൊത്തത്തിലൊരു ക്ഷീണം തോന്നാം. അതുപോലെ തന്നെ മസിൽസൊക്കെ വളരെ വീക്കായതുപോലെ ഫീൽ ചെയ്യാം. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് കോർട്ടിസോൾ കൂടുമ്പോൾ വരാറുള്ളത്. അതുപോലെ നമ്മൾ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് തട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബ്രൂയിസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കോർട്ടിസോൾ കൂടുന്നത് മൂലം ഈ സ്ട്രെച്ച് മാർക്ക് ഒരു ബ്ലൂയിഷ് കളറൊക്കെ ആയിട്ടാണ് കാണാം. വയറിൽ, തുടയുടെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ പിറകിൽ ബാക്ക് മസിൽസിലൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് സ്ലീപ്ലെസ്നെസ്, അതായത് ഉറക്കമില്ലായ്മ വരിക എന്നുള്ളത്. രാത്രി നമുക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുമെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കാനുള്ള ഒരു സിംറ്റം ഉണ്ടാവാറുണ്ട്. അറിയാം, നമുക്ക് കോർട്ടിസോൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ ആണല്ലോ. അപ്പം നമ്മളെപ്പോഴും അലേർട്ടാക്കി ഇരിക്കുകയാണ് ഈ ഒരു ഹോർമോൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിംറ്റമും പലരിലും കണ്ടുവരാറുണ്ട്. ഇനി നമുക്ക് ആയുർവേദത്തിൽ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്ന് പറയുന്നത് കോർട്ടിസോൾ വളരെയധികം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അത് അശ്വഗന്ധയാണ്. അശ്വഗന്ധ പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. കോർട്ടിസോൾ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അശ്വഗന്ധ ഉപയോഗിക്കാറുണ്ട്. അശ്വഗന്ധ എന്ന് പറയുന്നത് അമുക്കുരമാണ്. അപ്പോൾ ഈ ഒരു കോർട്ടിസോൾ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ്. അശ്വഗന്ധ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് രാവിലെയും അതുപോലെ രാത്രിയും കഴിക്കാവുന്നതാണ്. രാത്രി ബെഡ് ടൈമിൽ നമുക്കിത് പാലിൽ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ ആണെങ്കിൽ നമുക്ക് വെറുതെ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിലും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു അശ്വഗന്ധ 2 സമയത്തായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ പാലിലാണ് കഴിക്കുന്നതെങ്കിൽ പാലിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് മഞ്ഞൾ കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് അശ്വഗന്ധയുടെ അബ്സോർപ്ഷൻ നന്നായിട്ട് കൂട്ടുന്നതാണ്. ഇനി ഇത് എത്ര നാളാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്കിതൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു 45 ദിവസമൊക്കെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും കഴിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് 3 മാസത്തിലധികം കഴിക്കരുത്. ഇനി നിങ്ങൾക്ക് കോർട്ടിസോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. എക്സസൈസ് എന്ന് പറയുന്നത് പ്രാണായാമ, അതായത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 15 മിനിറ്റെങ്കിലും പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കവും അതുപോലെ തന്നെ ഉണരുന്നതും ഒക്കെ ഒരു കറക്റ്റ് ടൈമിന് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫുഡ് കഴിക്കുന്നതായാലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കറക്റ്റ് ടൈം നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉറങ്ങാനായാലും എഴുന്നേക്കാനായാലും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ വളരെ കറക്റ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ യോഗ ചെയ്യുന്നതും നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ബോഡിക്ക് നമുക്ക് ഒരു സ്ട്രെങ്ത് കിട്ടാനും അതുപോലെ മനസ്സിനൊരു കാംനെസ് കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. അതുമൂലം തന്നെ നമുക്കൊരു ആ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുമൂലം നമ്മുടെ കോർട്ടിസോൾ കുറക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്